സ്വയം പര്യാപ്തതയുടെ പുതിയ ചരിത്രം കുറിച്ച് ആകാശസീമകളിൽ സ്വന്തം കരുത്ത് തെളിയിക്കാൻ ഭാരതം ഒരുങ്ങുകയാണ്. നമ്മുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ AMCA യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. എന്നാൽ കൃത്യം ഈ സമയത്താണ് ആഗോള വിപണിയിൽ നിന്ന് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ചില നീക്കങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ വ്യോമയാന മേഖലയെ അട്ടിമറിക്കാൻ വിദേശ കമ്പനികൾ ശ്രമിക്കുന്നുണ്ടോ? ഒരു എഞ്ചിന് വേണ്ടി നമ്മൾ നൽകേണ്ടി വരുന്നത് പ്രതീക്ഷിച്ചതിലും 3 ഇരട്ടി തുകയാണോ? ഈ വെല്ലുവിളിയെ നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണ് നേരിടുന്നത്? രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആകാശ തന്ത്രം എന്താണ്? വീഡിയോ പൂർണ്ണമായും കാണുക. വഴിത്തിരിവുകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഭാരതം ഇന്ന് സ്വന്തമായി നിർമ്മിച്ച റഡാറുകളും അത്യാധുനിക ഏവിയോണിക് സംവിധാനങ്ങളും അത്യാധുനിക എയർ ഫ്രെയിമുകളും നിർമ്മിച്ച് ലോകത്തിന് മാതൃകയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിമാനങ്ങളുടെ ഹൃദയമായ പ്രൊപ്പൽഷൻ അഥവാ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ നാം ഇപ്പോഴും വിദേശ പങ്കാളികളെ ആശ്രയിക്കുന്നുമുണ്ട്. ഇവിടെയാണ് പുതിയൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നത്. നമ്മുടെ തദ്ദേശീയ വിമാനങ്ങളായ തേജസ് മാർക്ക് 2, 5ാം തലമുറ വിമാനമായ AMCA എന്നിവയ്ക്കായി അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ F414 എഞ്ചിനുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ എഞ്ചിനുകളുടെ വിലയിൽ വൻ വർധനവാണ് അവർ ആവശ്യപ്പെടുന്നത്. ആദ്യം കണക്കാക്കിയ തുകയേക്കാൾ ഏകദേശം 3 ഇരട്ടിയാണ് ഇപ്പോഴത്തെ അവരുടെ ഡിമാൻഡ്. അതായത് ഒരു എഞ്ചിന് 70 മുതൽ 80 കോടി രൂപ വരെ പ്രതീക്ഷിച്ച സ്ഥാനത്ത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന പുതിയ നിരക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ എഞ്ചിൻ മാറ്റിക്കൂടെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പ്രിയ പ്രേക്ഷകരെ, അവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. നമ്മുടെ AMCA വിമാനത്തിൻ്റെ രൂപകൽപ്പന മുഴുവൻ ഈ F414 എന്ന എഞ്ചിൻ്റെ അളവുകൾക്കനുസരിച്ചാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എഞ്ചിൻ മാറ്റുന്നത് പ്രായോഗികമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന പ്രോജക്റ്റിനായി കേന്ദ്ര സർക്കാർ 15,000 കോടി രൂപയാണ് പ്രാരംഭഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത്. ഇത്തരം വിലപേശലുകൾ കൊണ്ട് ഭാരതത്തിൻ്റെ കുതിപ്പിനെ തടയാനാകില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വരും വർഷങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ 2034-35ഓടെ ഈ അത്യാധുനിക വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. 3 പ്രമുഖ ഇന്ത്യൻ വ്യവസായ ഗ്രൂപ്പുകളാണ് ഇതിൻ്റെ നിർമ്മാണ പങ്കാളികളാകാൻ മത്സരിക്കുന്നത്. കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ വെറും 30 മാസത്തിനുള്ളിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ പ്രതിസന്ധി നേരിടുന്നത് ഭാരതം മാത്രമല്ല. ആഗോളതലത്തിൽ വൻ ശക്തികളെന്ന് അവകാശപ്പെടുന്ന പല രാജ്യങ്ങളും ഈ എഞ്ചിൻ സാങ്കേതികവിദ്യയിൽ വിദേശ രാജ്യങ്ങളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുർക്കി വലിയ തോതിൽ പരസ്യം ചെയ്യുന്ന അവരുടെ 5ാം തലമുറ വിമാനമായ കാൻ ആദ്യഘട്ടത്തിൽ പറക്കുന്നത് അമേരിക്കൻ GE F110 എഞ്ചിൻ ഉപയോഗിച്ചാണ്. അതുപോലെ ദക്ഷിണ കൊറിയയുടെ അഭിമാനമായ KF-21 വിമാനവും സ്വീഡന്റെ പ്രശസ്തമായ ഗ്രിപ്പൻ വിമാനങ്ങളും ഉപയോഗിക്കുന്നത് ഇതേ അമേരിക്കൻ എഞ്ചിനുകൾ തന്നെയാണ്. ലോകത്തിൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായി ഇത്തരം കരുത്തുറ്റ എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ആഗോള പ്രതിസന്ധിയായി കണക്കാക്കണം. ഇത്തരം സാങ്കേതിക വെല്ലുവിളികൾ കണ്ട് പിന്തിരിയുന്നതല്ല പുതിയ ഭാരതത്തിൻ്റെ ശൈലി. നമ്മൾ മുൻപ് വികസിപ്പിക്കാൻ ശ്രമിച്ച തദ്ദേശീയ കാവേരി എഞ്ചിൻ പ്രോജക്റ്റിൽ നിന്ന് വലിയ പാഠങ്ങളാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ പഠിച്ചത്. പ്രധാന വിമാനങ്ങൾക്ക് ആവശ്യമായ കരുത്തു തികയാതെ വന്ന ആ എഞ്ചിൻ സാങ്കേതിക വിദ്യ നമ്മൾ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. പകരം ഭാരതത്തിൻ്റെ വരാനിരിക്കുന്ന അത്യാധുനിക തദ്ദേശീയ അൺമാൻഡ് കോംബാറ്റ് എയർക്രാഫ്റ്റായ ഘാതക് ഡ്രോണുകളിൽ ഈ എഞ്ചിൻ വിജയകരമായി ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇത്തരം നീക്കങ്ങൾ നമ്മുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. താൽക്കാലികമായി വിദേശ എഞ്ചിനുകളെ ആശ്രയിക്കേണ്ടി വന്നാലും സമ്പൂർണ്ണ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിലെ ഇത്തരം സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഭാരതം പൂർണ്ണ സജ്ജമാണ്. സാങ്കേതികവിദ്യയുടെ അവസാന അതിർവരമ്പും രാജ്യം മറികടക്കുക തന്നെ ചെയ്യും. വിദേശ ശക്തികളുടെ ഈ വിലപേശൽ തന്ത്രങ്ങളെക്കുറിച്ചും ഭാരതത്തിൻ്റെ തദ്ദേശീയ മുന്നേറ്റത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കൃത്യമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.